നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ മകൻ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന സൂര്യൻ സർവാഭിഷ്ടസ്ഥാനത്ത് നിവണായോഗം ചെയ്താണ് നിൽക്കുന്നത്. 10ാം ഭാവത്തിൽ മാളവ്യയോഗം ചെയ്ത് ശുക്രൻ വ്യാഴത്തോട് യോഗം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് കാണുന്നത്. 9ാം ഭാവത്തിൽ ഉണ്ടായിരുന്ന വ്യാഴം 10ലേക്കാണ് മാറിയത്. അപ്പോൾ കുറച്ചൊരു വ്യാഴപ്പഴമുണ്ടെങ്കിൽ പോലും വലിയൊരു ദോഷം പറയാൻ പറ്റില്ല. ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ ശശമഹായോഗം ചെയ്ത് ശനി നിൽക്കുന്നു. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും ഏകദേശം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. 12ാം തീയതിക്ക് ശേഷം സർവാഭിഷ്ട സ്ഥാനത്തേക്ക് ശുക്രൻ മാറും, ബുധനോട് യോഗം ചെയ്തിട്ട്. അതുപോലെ തന്നെ അവിടെ സൂര്യനും വരും നിപുണായോഗം ചെയ്തിട്ട്. അപ്പോൾ അത് കാരണം തന്ത്രപരമായ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ സാമ്പത്തികമായ കുറച്ച് ഞെരുക്കങ്ങൾ അനുഭവപ്പെട്ടേക്കാം. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 12ാം തീയതി വരെ കലാപരമായിരിക്കുന്ന മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. സമയം ചെലവഴിക്കാനായിട്ട് എൻ്റർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ സമയം ചെലവഴിക്കുക, അതായത് വിനോദയാത്രകൾ, മറ്റ് എൻ്റർടൈൻമെൻറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സമയം ചെലവഴിക്കാനും മാനസിക ഉല്ലാസപ്രദമായിരിക്കുന്ന മേഖലകളിലൂടെയൊക്കെ സഞ്ചരിക്കാനും സ്വന്തക്കാരും ബന്ധുക്കളുമായിട്ട് സംഗമിക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ദോഷമില്ലെങ്കിലും കണ്ടശനീൻ്റെ ഒരു ദോഷം ഉള്ളത് കാരണം കൊണ്ട് വിത്തക്ഷയം പ്രവാസൻ രോഗാഞ്ജനേൻ്റെ മനോഭീതിയും എന്ന് പറയുന്ന യോഗമാണ്. പക്ഷേ അതേ ശനി തന്നെ ശശമഹായോഗം കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്ത് കണ്ടകശനിയുടെ ദോഷത്തിൻ്റേതായിരിക്കുന്ന പരിഹാരം വന്നാൽ ശശമഹായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണം കിട്ടുന്നതാണ്. അപ്പം അത് തൊഴിലെടുക്കുന്നിടത്ത് മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി ഉണ്ടാകാനും അതുപോലെ തന്നെ വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ ബഹുമാനിക്കാനും നല്ല അഭിപ്രായം പറയാൻ മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ യോഗമാണ്. അപ്പോൾ വളരെ അനുകൂലമായിരിക്കുന്ന ഈ രീതിയിലുള്ള ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. അത് പൂർവ്വപുണ്യ സ്ഥാനാധിപതിയായിരിക്കുന്ന വ്യാഴമാണ് 10ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, ധനകാര്യ സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ടെക്നിക്കലായിട്ടുള്ള മേഖലയിൽ ജോലി എടുക്കുന്നവർക്ക്, ബിസിനസ്സുകാർക്ക്, അങ്ങനെ പല മേഖലയിൽ പ്രവൃത്തി എടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. സംസാരം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. നടുവേദന പോലെയുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത്. അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നുകയും ഇഷ്ടംപോലെ സാമ്പത്തികമായിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് കുറച്ച് പൈസയ്ക്ക് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാൻ ഇടവരുകയും ചെയ്യാൻ സാധ്യത കൂടുതലായതുകൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുകയും നാഗപൂജ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ പരിഹാരങ്ങളും വഴിപാടുകളൊക്കെ ചെയ്യുകയും ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കർമ്മസംബന്ധമായിട്ട് തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ടുള്ള യോഗം, ഇങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും ലാഭസ്ഥാനത്ത് ലാഭാധിപതി ബലവാനായത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന വരുമാനമുണ്ടാകാൻ യോഗമുണ്ട്. പക്ഷേ ചിലവ് വർദ്ധിക്കാതെ ഇരിക്കാനായിട്ട്, സാമ്പത്തിക ഞെരുക്കം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. സർവാഭിഷ്ടസ്ഥാനത്ത് ബുധശുക്ര യോഗം വന്നപ്പോൾ കർമാധിപതി ലാഭത്തിലാണ്, അത് യോഗകാരകനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ അനുകൂലമാണ്. രുചകായോഗം ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യാധിപതി ബലവാനാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യാധിപഷ്ട ഭാവേശോ അശുഭോ ഭാവ പുഷ്ടികൾ എന്ന് പറയുന്ന യോഗം വരുന്നത് കാരണം നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ മക നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.